ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഐ ആം റിയാന. ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ്. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും ഒരു പൂച്ചക്കുട്ടിൻ്റെ പെൻ സ്റ്റാൻഡ്. അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കാർഡ്ബോർഡ് റോളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടം എടുക്കാം. കാർഡ്ബോർഡ് ബോക്സസും അതൊക്കെ പറ്റും കേട്ടോ. ഞാൻ കാർഡ്ബോർഡ് റോൾ ഉണ്ടായതുകൊണ്ട് അതെടുത്ത് എൻ്റെ കുറച്ച് വീതി കമ്മിയാണ് കേട്ടോ ഇതിനുള്ളിൽ ഹോള്, പക്ഷേ അത് എടുത്തിട്ടുണ്ട്. ഇനി 4 ആക്കി ഇത് മുറിക്കാം. ഇപ്പോൾ മെഷർമെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് മുറിക്കുന്നത്. ഞാൻ സ്കെയിലൊക്കെ എടുത്ത് അതിൻ്റെ മെഷർമെൻറ്റ് എത്ര 32 അങ്ങനെ എന്തായിരുന്നു കേട്ടോ അതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഞാൻ സ്പീഡിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഷോർട്സിൽ ഇത് കൂടാതെ വേറെ 2 ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് മറക്കാതെ പോയി കാണുക. ഇത് ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഒരു പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പീസ് വെച്ചിട്ട് തന്നെ ബാക്കിയുള്ളതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ മുറിക്കുകയാണ്. അപ്പോൾ ചാനൽ ആദ്യം കാണുവാൻ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ 5 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. 5ാമത്തെ പീസ് വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ 4 നിരത്തി വെച്ച് അതിൻ്റെ ലെവലാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ചെരിവതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ എല്ലാതും ഒരേ ലെങ്ത് ആണോ നോക്കുകയാണ്. അഞ്ചാമത്തേത് ഞാൻ വെറുതെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഗ്ലൂ തേക്കുകയാണ്. ഞാൻ ഫെവിഗമ്മും ഫെവിക്കോളും എടുത്തിട്ടുണ്ട്, പക്ഷേ ഫെവിഗമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് പശ തേച്ചിട്ട് 4 നിവർത്തി ഒട്ടിച്ചെടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി 4ാമത് ഞാൻ ഒട്ടിക്കുകയാണ്. അപ്പോൾ അത് ഉണങ്ങാൻ മാറ്റി വെക്കുക. പിന്നെ ബാക്കി കുറച്ച് പണികളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് കട്ടിലൊരു വൈറ്റ് ഇതെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വെള്ളം എടുക്കാം കേട്ടോ. വേണമെങ്കിൽ കാർഡ്ബോർഡ് തന്നെ യൂസ് ചെയ്യാം. ഇനി ഇതിൽ ഞാൻ അതിൻ്റെ ആ ഒരു ലെങ്ത്തിൻ്റെ ആ ഒരു വീട്ടിൽ കാണുന്ന പോലെ വെച്ചൊന്ന് വരച്ചെടുക്കുകയാണ്. നമ്മൾ റൗണ്ടൊക്കെ വരക്കൂലേ പാത്രങ്ങളൊക്കെ വെച്ച്, അതുപോലെ ഇത് വെച്ചിട്ട് അതൊന്ന് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യാണ്. ഇതുപോലെ വീട്ടിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ കട്ടി കൂട്ടാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് വരക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ആ റോളിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാനാണ് കേട്ടോ. റോളിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചെടുക്കാനാണ്. ഞാൻ ആ റോളിൻ്റെ സർക്കിളിൽ ഗ്ലൂ തേച്ചിട്ട് അതൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ബ്രൗൺ പേപ്പർ കളർ പേപ്പർ എടുത്തിട്ടുള്ളത്. ഇനി അതിൽ ഞാനൊരു ക്യാറ്റിൻ്റെ ഹെഡ് തല വരച്ചിട്ടുണ്ട്. അതൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ 2 വട്ടം വരച്ചിട്ടുണ്ട്. അതൊന്ന് കളർ ചെയ്ത് കണ്ണാക്കി എടുക്കുകയാണ്. 2 കണ്ണ്. ഞാനിത് കുറച്ച് സ്പീഡാക്കാൻ കാരണം ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഞാനത് മുറിച്ചെടുക്കുന്നുണ്ട്. സൂക്ഷിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് കൊളായി പോകുന്നതാണ്. ഭയങ്കര സ്ലോയിലൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് കൂട്ടുമ്പോൾ
നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റുമല്ലോ. അപ്പോൾ രണ്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ക്യാറ്റിൻ്റെ ഫേസ് എടുത്തല്ലോ, ഹെഡ് തല എടുത്തല്ലോ, ആ തല നമുക്ക് ഈ രണ്ട് കണ്ണൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാനൊരു മാർക്കർ കൊണ്ട് അതിനൊരു മൂക്കും വായും കൂടി വരച്ചിട്ടുണ്ട്. ഇനി ഒരു പിങ്ക് പേപ്പർ കളർ ചെയ്തെടുക്കുകയാണ്. പിങ്ക് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതിൽ ചെവിൻ്റെ പോലത്തെ രണ്ട് കുഞ്ഞു ട്രയാങ്കിളും രണ്ട് ബ്ലഷ് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അത് രണ്ട് കുഞ്ഞു ട്രയാങ്കിൾ മുറിച്ചെടുത്ത് ഞാൻ അതിൽ ഒട്ടിരിക്കുന്നുണ്ട്. ഇനി കുഞ്ഞ് രണ്ട് ബ്ലഷും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കളർ പേപ്പർ ഉണ്ടെങ്കിൽ എടുക്കാം. ഞാൻ കളർ പേപ്പർ പിങ്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് കളർ അടിച്ചെടുത്ത പേപ്പറാണ്. ഞാൻ ആ രണ്ട് ബ്ലഷും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒട്ടിക്കാം. അങ്ങനെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വീട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ രണ്ടും ഒട്ടിച്ചെടുക്കാം കേട്ടോ. അത് ബ്ലൂ കുറച്ച് പരന്ന് പോയി എഴുതി കൂടി പ്രശ്നമാക്കണ്ട, ഉണങ്ങിക്കോളും. അപ്പോൾ ഇതാ കണ്ടോ, അങ്ങനെ ഒരു ക്യൂട്ട് പൂച്ചക്കുട്ടിൻ്റെ തല റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഞാൻ ആ റോളിമൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റോളിൻ്റെ മേലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ മുറിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുള്ളത്. ഒരു പൂച്ചക്കുട്ടിൻ്റെ സാധനം ഉണ്ടാക്കാൻ എഴുതിയിട്ടുള്ളത്. കുറച്ച് വെറൈറ്റി പിടിച്ചതാണ്. ഇഷ്ടമായില്ലേന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഞാൻ വേറൊരു ബ്രൗൺ പീസിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വീട്ടിൽ കാണുന്ന പോലെ ഒരു കാല് വരച്ചിട്ടുണ്ട്. അതിന് മടക്കിയിട്ട് വരച്ചത്. അപ്പോൾ രണ്ടെണ്ണം കിട്ടുമല്ലോ. അപ്പോൾ രണ്ടെണ്ണം മടക്കിയിട്ട് ഒന്ന് വരച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി അത് ആദ്യത്തെ അല്ലാത്ത രണ്ടാമത്തെ റോളിലും പിന്നെ നാലാമത്തെ റോളിലും ഒന്ന് ഒട്ടിച്ചെടുക്കാം. വീട്ടിൽ കാണുന്ന പോലെ ഒട്ടിച്ചെടുത്താൽ മതി. ഞാൻ തലയും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സാധനം കുറവുണ്ടല്ലോ, വാല്. ഇപ്പോൾ വാലുണ്ടാക്കാം. ബാക്കി എന്ന കളർ പേപ്പർ വെച്ചിട്ട് ഞാൻ വാല് വരച്ച് വെട്ടെടുത്ത് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാലും കൂടി റെഡിയായി. അപ്പോൾ സാധനം ഇത്ര സിമ്പിൾ സാധനം കേട്ടോ ഉണ്ടാക്കാൻ. കുറച്ച് നേരം സമയം പിടിക്കുന്നുള്ളൂ, പക്ഷേ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുക. യൂസ്ഫുള്ളും ആണ് സാധനം. പിന്നെ വാല് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധനം റെഡി. ഇതിൻ്റെ മെക്കാനിസം കാണിച്ചു തരാം. ഞാൻ പിന്നെ ഇനി കാലിന് രണ്ട് വര അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പെന്നാൾ എടുത്തിട്ടുണ്ട്. പെന്നാൾ ഞാൻ ഇട്ടെടുക്കുക. എനിക്കിത് റോളിന് വട്ടം കുറവായതുകൊണ്ട് 2 or 3 പെന്നൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നിൽ ഞാൻ കുറച്ച് പെന്നും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്യൂട്ട് സിമ്പിളായിട്ടുള്ളൊരു പൂച്ച പെൻ സ്റ്റാൻഡ് റെഡിയായി. പെൻ ഹോൾഡർ പെൻ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പെന്നുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഞാനിത് പുറത്ത് പോയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്കിത്. അപ്പോൾ ഇതാണ് സാധനം. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഫേസ് എങ്ങനെയായിരിക്കും. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. പെന്നുകൾ വെച്ചിട്ടും കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മളിത് റൂമിലൊക്കെ വെക്കുമ്പോൾ സെറ്റാക്കിയാലും എനിക്ക് കാണാൻ നല്ല രസമാക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരും. അതുവരേക്കും ബൈ ബൈ.